റബീഉൽ അവ്വൽ ഒരു തിങ്കളാഴ്ചയാണ് വിശുദ്ധ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങിയത്, ഭൂമിയിലേക്ക് ഇറങ്ങിയത്. മറ്റേത് അവിടെ എയർപോർട്ടിൽ എത്തിയിട്ടേ ഉള്ളൂ, ബൈത്തുൽ ഇസ്സയിൽ എത്തിയിട്ടേ ഉള്ളൂ. ബൈത്തുൽ ഇസ്സയിലുള്ള ഒന്നാം ആകാശത്തുള്ള ഖുർആൻ ഏതായാലും അവിടെ എത്തിയത് കൊണ്ട് ഇനി എന്തായാലും ഇങ്ങോട്ട് വരുമെന്ന് ഉറപ്പാ. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഉമ്മത്തിന് പ്രബോധനം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വിധം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറക്കപ്പെടുന്നത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നൽകുന്നത് അത് റബീഉൽ അവ്വൽ ഒരു തിങ്കളാഴ്ചയിലായിരുന്നു എന്ന് ധാരാളം ഹദീസുകളിലുണ്ട്. ഞാനത് ഇവിടെ വായിക്കാം, അതിന്റെ ചില ഭാഗങ്ങൾ ഇവിടെ വായിക്കാം. അപ്പൊ നമുക്കെന്ത് മനസ്സിലായി? റബീഉൽ അവ്വലിൽ ഖുർആൻ അവതരിച്ചിട്ടുമുണ്ട്. റമദാനിൽ ഖുർആൻ ഇറക്കിയതുപോലെ റബീഉൽ അവ്വലിലും ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. ഇബ്നു കസീർ, ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുല്ലാ അവരുടെ തഫ്സീറുൽ ഖുർആനിൽ അലീം 551 പേജിൽ ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ എഴുതുന്നു, യംദഹു തആല ഷഹ്റസ്സിയാമി മിൻ ബൈനി സായിരിശ് ശുഹൂർ ബിഅൻ ഇഖ്താറഹു മിൻ ബൈനിഹിന്ന ലിഇൻസാലിൽ ഖുർആനിൽ അലീം ഫീഹ്. വിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല റമദാനിൽ ഇറക്കാൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് വിശുദ്ധ റമദാനിനുള്ള മറ്റു മാസങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന വലിയൊരു മഹത്വമാണ്. ഖാലിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ, ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഖുർആൻ മാത്രമല്ല മറ്റു ദിവ്യവേദങ്ങളെല്ലാം ഇറക്കിയത് റമദാനിൽ തന്നെയാണ് എന്ന് പറയുന്ന സുദീർഘമായ ഹദീസ് ഇതിൽ പറയുന്നുണ്ട്. ഞാനത് വായിച്ച് സമയം കളയുന്നില്ല. അമ്മ സുഹുഫു വത്തൗറാത്തു വസ്സബൂറു ഫൽഇൻജീൽ ഫനസല കുല്ലു മിന്ന അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൻ നബിയ്യില്ലദീ ഉൻസില അലൈഹി ജുംലതൻ വാഹിദ. ഏടുകളും 100 ഏടുകളും 4 വേദങ്ങളുമാണല്ലോ അള്ളാഹുവിന്റെ വേദങ്ങൾ ഉള്ളത്. 100 ഏടുകളും വത്തൗറാത്തു വസ്സബൂറു വൽഇൻജീൽ, 4 വേദങ്ങളിൽ നിന്ന് തൗറാത്ത്, സബൂർ, ഇൻജീൽ ഈ 3 എണ്ണവും ഫനസല കുല്ലു മിന്ന അലൻ നബിയ്യില്ലദീ ഉൻസില അലൈഹി ജുംലതൻ വാഹിദ. ഏത് പ്രവാചകർക്കാണോ അത് നൽകിയത് ആ പ്രവാചകന്മാർക്ക് ഒറ്റടിക്ക് ആകാശത്തിൽ നിന്ന് പലകയിൽ എഴുതപ്പെട്ട്, വിശുദ്ധ പലകയിൽ എഴുതപ്പെട്ട് അതിങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് പ്രവാചകര് ആ വേദങ്ങളെ സ്വീകരിച്ചതാ. കൽബിലേക്ക് വഹയ്യായി നൽകിയതല്ല, അത് ഒറ്റടിക്ക് ഇറക്കപ്പെട്ടതാ. വഅമ്മൽ ഖുർആൻ ഫഇന്നമാ നസല ജുംലതൻ വാഹിദതൻ ഇലാ ബൈത്തിൽ ഇസ്സ മിനസ് സമാഇദ് ദുനിയാ. ഒന്നാം ആകാശത്തിലുള്ള ബൈത്തുൽ ഇസ്സ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഒറ്റടിക്ക് ഇറങ്ങിയത്. വകാന ദാലിക ഫീ ശഹ്രി റമദാന ഫീ ലൈലത്തുൽ ഖദ്രി മിൻഹു. അത് റമദാനിലെ ലൈലത്തുൽ ഖദ്റിലാണ് ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങിയത്. കമാ ഖാല തആല, അതാണ് അള്ളാഹു മറ്റു ആയത്തുകളിൽ പറഞ്ഞത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ലൈലത്തുൽ ഖദ്റിൽ ഒറ്റടിക്ക് ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞത് അത് ബൈത്തുൽ ഇസ്സയിലേക്കാണ്. വഖാല ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. സൂറത്തു ദുഹാനിൽ നാം ഖുർആനിനെ ഒറ്റടിക്ക് ഇറക്കി ഒരു ബറക്കത്താക്കപ്പെട്ട രാത്രി എന്ന് പറഞ്ഞതും അതും ഒറ്റടിക്ക് ഇറക്കിയത് ബൈത്തുൽ ഇസ്സയിലേക്കാണ്. സുമ്മ നസല ബഅദു, പിന്നീട് വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങി മുഫറഖൻ, പല തവണയായിക്കൊണ്ട്, ബിഹസബിൽ വഖാഇഇ, ചില പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച്, അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല സന്ദർഭങ്ങളിലായി സാന്ദർഭിക യോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ ആ യോജിപ്പുകൾ അനുസൃതമായി വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങി. അത് 20 ചില്ലാനം കൊല്ലങ്ങളുടെ ഉള്ളിലായിക്കും. റുവിയ ഹാക്കദ റുവിയ മിൻ ഗൈരി വജിഹിൻ, പല റിപ്പോർട്ടുകളിലും ഇങ്ങനെ ഹദീസിൽ വിശദീകരണം വന്നിട്ടുണ്ട്. ഇത് ഇബ്നു കസീർ മാത്രമല്ല എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ പുറമെ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിലും ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. ഇനി അപ്പോ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് ഒറ്റടിക്ക് ഇറങ്ങി എന്നാണ് പറഞ്ഞത്, അത് റമദാനിൽ. എന്നാൽ വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു തആല മറ്റൊരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല തൗറാത വൽ ഇൻജീൽ. അത് സൂറത്തു ആലി ഇംറാനിലെ 3-ാമത്തെ സൂക്തമായി അല്ലാഹു പറഞ്ഞതാ.
നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ്, നബിയെ അങ്ങക്ക് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ പല തവണയായി പലപ്പോഴായി ഇറക്കി തന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ വേദങ്ങളെയും വാസ്തവമാക്കുന്ന വിധം. കാരണം മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ വേദങ്ങളിലുള്ളതും വിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അതുകൊണ്ട് മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ വേദങ്ങളെയും വാസ്തവമാക്കുന്ന വിശുദ്ധ ഖുർആനെ പല തവണകളിലായി അങ്ങക്ക് ഇറക്കി തന്നു. ആ ഇറക്കലുണ്ടായത് റബീഉൽ അവ്വലിലാണ്. അതിന് തുടക്കം കുറിച്ചു. അൻസല തൗറാത്ത വൽ ഇൻജീൽ, കണ്ട അള്ളാഹുവിന്റെ പ്രയോഗം. ഖുർആനിനെ പറ്റി നസ്സല എന്ന് അള്ളാഹു പറഞ്ഞു. തവണയായി പലപ്പോഴായി ഇറക്കി. തൗറാത്ത് പറഞ്ഞപ്പോൾ വീണ്ടും നസ്സല പ്രയോഗിക്കാതെ ആദ്യം നസ്സല പറഞ്ഞ അള്ളാഹു നസ്സല മാറ്റി അൻസലയാക്കി. അൻസല തൗറാത്ത വൽ ഇൻജീൽ, തൗറാത്തും ഇൻജീലും ഒറ്റടിക്ക് അതാത് പ്രവാചകന്മാർക്ക് ഇറക്കുകയും ചെയ്തു. അപ്പോ റബീഉൽ അവ്വൽ മാസം ഖുർആനിന്റെ വാർഷികമായി ആചരിക്കേണ്ട ഒരു മാസം തന്നെയാണ്. അന്ന് വിശുദ്ധ ഖുർആന് ഭൂമിയിലേക്ക് ഇറങ്ങിയ മാസമാണ്. ഏറ്റവും സന്തോഷിക്കേണ്ട മാസമാണ് റബീഉൽ അവ്വൽ.